And thank God that we could meet again. And I pray that God will talk to all of us, including me, the speaker. God, God's word can touch each one of us and build us up in Christ. Um, എല്ലാവർക്കും വന്ദനം. കൊരിന്തി ലേഖനത്തിൽ നിന്ന് ഒരു വാക്യം മുമ്പിൽ വായിക്കാൻ. 1 കൊരിന്ത്യർ ലേഖനം 13-ാം അധ്യായം. നമ്മൾ എപ്പോഴും വായിക്കുന്ന ഒരു അധ്യായം. ഈ അധ്യായം ഇന്ന് എടുക്കുവാനുള്ളൊരു കാരണം, അതിന് മുൻപുള്ള അധ്യായങ്ങളിലെ കൃപാവരങ്ങളെ കുറിച്ചുള്ള ഒരു പഠനമാണ് നമ്മൾ 12-ാം അധ്യായത്തിൽ കാണുന്നത്. അതിൽ 31-ാമത്തെ വാക്യം അവസാനിക്കുന്ന ഇങ്ങനെയാണ്: എല്ലാവരും വ്യാഖ്യാനിക്കുന്നുവോ എന്ന് പറഞ്ഞ ശേഷം ശ്രേഷ്ഠ വരങ്ങളെ വാഞ്ചിപ്പിൻ. അവിടെ പറയുന്നത് ദൈവത്തിന്റെ കൃപാവരങ്ങളെ നിങ്ങൾ വാഞ്ചിക്കുവിൻ, അതിനെ ആഗ്രഹിക്കുവിൻ എന്നാണ്. ഡിസയർ ഓർ yearn for, earnestly solicit, earnestly desire the higher gifts. അപ്പോൾ ശ്രേഷ്ഠമായ ദൈവിക കൃപാവരങ്ങൾക്ക് വേണ്ടി നിങ്ങൾ യാചിക്കുവിൻ, നിങ്ങൾ കാത്തിരിക്കുവിൻ എന്ന് ആ വാക്യം പറയും. നമുക്കറിയാം, നമുക്ക് എല്ലാവർക്കും കൃപാവരങ്ങൾ ഉള്ളത് ഇഷ്ടമാണ്, നമ്മളെല്ലാവരും അത് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ അതിശ്രേഷ്ഠമായ ഒന്നിനെ കുറിച്ചാണ് അടുത്ത അധ്യായത്തിൽ 13-ാം അധ്യായത്തിൽ പറയാം. അതൊരു കൃപാവരമായിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സ്നേഹത്തെക്കുറിച്ച് ശരിക്കും നമ്മൾ ചെയ്യേണ്ട, അനുസരിക്കേണ്ട ഒരു കൽപ്പനയായിട്ടല്ല, നമ്മൾ അന്വേഷിച്ച് ദൈവത്തോട് ചോദിച്ചു വാങ്ങിക്കേണ്ട ഒരു കൃപാവരമായിട്ടാണ് ഇവിടെ സ്നേഹത്തെ കാണിച്ചത്. Love is shown there as something that we solicit from the Lord, and we seek from Him and receive as a gift so that we can exchange with one another. So we have great gifts which we seek, like the gifts of the Spirit, and then we have still greater gift, the greatest gift that we are seeking from Him. And it is not that we are asked to show love to someone. The Lord knows it's impossible for us to show love like that. So it is given here as a gift. And that love, the divine love of agape, that self-sacrificing love, and that love is given here as a gift of God. ദൈവം തരുന്ന ഒരു വരദാനമായി, ഒരു കൃപാവരമായിട്ടാണ് ഇവിടെ നമ്മൾ ആ സ്നേഹത്തെ കാണുന്നത്. നമ്മളോട് പറയാനുള്ളൊരു, അനുസരിക്കാനുള്ളൊരു കൽപ്പനയായിട്ടല്ല അതവിടെ വെച്ചിരിക്കുന്നത്. നമ്മൾ ദൈവത്തിൽ നിന്ന് പ്രാപിക്കേണ്ട ഒരു കൃപാവരമായിട്ടാണ് നമ്മൾ ആ വചനത്തെ കാണുന്നത്. അപ്പോൾ സ്നേഹിക്കുക എന്നൊരു കൽപ്പനയുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ വീണ്ടും ജനിക്കുന്നവർ, ആ കർത്താവിന്റെ മക്കൾ, ദൈവത്തോട് ചോദിച്ചു വാങ്ങിക്കേണ്ട ഒരു കൃപാവരവും കൂടി, അതിശ്രേഷ്ഠമായ ഒരു കൃപാവരവും കൂടിയാണ് സ്നേഹം. അപ്പോൾ ഈ അതിശ്രേഷ്ഠമായ സ്നേഹം എന്ന് പറയുന്ന കൃപാവരം, ഇറ്റ്സ് നോട്ട് ഓഫ് ഹ്യൂമൻ ഒറിജിൻ, ഇറ്റ്സ് ഓഫ് ഡിവൈൻ ഒറിജിൻ. This love originated in the Godhead. Father loved the Son, just as the Father loved the Son loved us. And just as the Son loved us, we ought to love one another. So that love starts in the Godhead and is transferred to us by Christ when He became a human being and lived among us. And now we are commanded to show this love to others. There's a command to love. That's a very difficult command, because this love, is of greater standard, and it is something that comes from the Lord and it has divine quality, and as a commandment it is given to us. ദൈവികമായ ക്വാളിറ്റി ഉള്ള ഒരു സ്നേഹം നമ്മൾ പുറപ്പെടുവിക്കണം, നമ്മൾ ആ സ്നേഹം കാണിക്കണമെന്ന് നമ്മോട് കൽപ്പിക്കുന്നു, മനുഷ്യരായ നമ്മളോട് കൽപ്പിക്കുന്നു. നമ്മുടെ കയ്യിൽ അത് കാണുന്നു, നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷെ ആ സ്നേഹം നമുക്ക് ഉത്പാദിപ്പിക്കാൻ കഴിയുന്നില്ല. വി ആർ അൺഎബിൾ ടു ജനറേറ്റ് ദാറ്റ് ലവ് ഇൻ അവർ ഫ്ലഷ്, and in that sense we are incapable of obeying the Lord's command. Then what do we do? We seek that love as a gift. We seek the Lord, seek that love which God has commanded us. We seek from God Himself. Oh Lord, give me that great gift of love. Okay.
And here in chapter 13, we suddenly see that still more excellent way. That's how Paul qualifies it. A still more excellent way to reflect Christ and to be a part of his body. Okay, you speak in tongues, you're part of his body, and it benefits the body of the church, body of the Lord. And you interpret, okay, it benefits the body of the Lord. You prophesy, it benefits the body of the Lord, the church. Almost all these gifts, some of these gifts have personal edification, but most of these gifts edify the church. So we know that all these gifts edify the church, but there is still an excellent way to edify the church, and that way is to seek this heavenly gift of agape from the Lord. This is something that everyone should seek. Everyone, even if you have the gifts to speak in the tongues of angels, even if you prophesy, even if you do great miracles in the name of the Lord, still you need to seek this particular gift to be a good responsible organ in the body of Christ. നമ്മൾ എത്ര വലിയ കൃപാവരമുള്ളവരായാലും പ്രവചിച്ചാലും നിവാശ പറഞ്ഞാലും വ്യാഖ്യാനിച്ചാലും രോഗസൗഖ്യം വരുത്തിയാലും നമ്മൾ പിന്നെയും കർത്താവിനോട് ചോദിച്ച് നിലവിളിച്ച് അന്വേഷിച്ച് പ്രാപിക്കേണ്ട ഒരു കൃപയാവരമായിട്ടാണ് ഇവിടെ സ്നേഹത്തെ കാണിച്ചിരിക്കുന്നത്. An excellent way to be a representation of Christ. An excellent way, മനോഹരമായ അതിശ്രേഷ്ഠമായ ഒരു മാർഗം എന്ന് പറഞ്ഞു. അതിശ്രേഷ്ഠമായ ഒരു മാർഗം. എന്തിനുള്ള മാർഗം? ക്രിസ്തുവിനെ കാണിക്കുന്നതിനുള്ള മാർഗം. ക്രിസ്തുവിന്റെ ശരീരത്തിലെ ഒരു ഇണങ്ങിയ അവയവമായി മാറുന്ന. How do we become an organ in the body of Christ? United in that one body. Okay, your gifts are fine, but still greater and still more excellent is the way of love that unites us with the rest of the world. For Christian വളർച്ചയുടെ അല്ലെങ്കിൽ ക്രിസ്ത്യ ജീവിതത്തിന്റെ ഫൗണ്ടേഷൻസിൽ വരുന്ന 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ 13-ാം അധ്യായത്തിൽ കാണുന്നത്. ഇവിടെ സ്നേഹം ഒരു നാൾ ഉതിർന്നു പോകില്ല, പ്രവചനമോ നീങ്ങിപ്പോകും, ഭാഷാപരമോ അത് പോകും, ജ്ഞാനമോ അത് നീങ്ങിപ്പോകും, അംശമായി മാത്രം നാം അറിയുന്നു, അംശമായി മാത്രം പ്രവചിക്കുന്നു, പൂർണ്ണമായത് വരുമ്പോഴോ അംശമായി നീങ്ങിപ്പോകും. ഈ എപ്പോഴാണ് നീങ്ങിപ്പോകുന്നത്? പൂർണ്ണമായത് വരുമ്പോൾ. അപ്പൊ പൂർണ്ണമായത് വരുമ്പോൾ, കർത്താവ് വരുമ്പോൾ ഇതെല്ലാം നീങ്ങിപ്പോകും നമുക്കറിയാം. പക്ഷെ ഈ പ്രവചനങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരു കാലഘട്ടം കഴിയുമ്പോൾ അത്ര എമർജൻസി അല്ലാതെ വരും. ഞാൻ പറയുന്നത് മുഴുവൻ കേൾക്കണം. നമുക്ക് വിശ്വാസത്തിൽ വരുന്ന സമയത്ത് നമുക്ക് പ്രവാചകന്മാർ വളരെ പ്രധാനമാണ്. കാരണം അടുത്ത ആഴ്ച എന്ത് ചെയ്യണമെന്ന് അറിയില്ല, നാളെ എന്താ സംഭവിക്കുന്ന അറിയില്ല. വി ആർ നെർവസ് അബൌട്ട് അവർ ഫ്യൂച്ചർ ആൻഡ് വി ഡോണ്ട് നോ വാട്ട് ടു ഡു ആൻഡ് വി ഡോണ്ട് നോ ഹൗ ടു സീക്ക് ദ വിൽ ഓഫ് ഗോഡ് ആൻഡ് വി ആർ നെർവസ് as to what will happen to our children. We are anxious about what will happen to our lives, our job. We have that insecurity, all of us, in the beginning of our faith journey. But slowly, when we grow in the Lord and we get a deeper revelation of Christ, slowly we are not afraid of the future. We don't want to know what will happen tomorrow because we are satisfied with what we have today. And the Lord speaks to us directly, continuously in a fellowship. And when we have that perfection of walking with the Lord, when we grow into an adult, it is not always necessary for a prophet to come and edify us, because we slowly learn to listen from the Lord directly, because the Lord speaks to everyone. But like that also we can see most of these gifts after a while, except gifts that we use to edify ourselves, like we're speaking in tongues with the Lord and such gifts. Other than these gifts, all other gifts slowly wane with the time, because when we grow up in Christ, we no longer need gifts to that extent. See, for example, healing, the gift of healing. We see in the early days of the apostles that gifts were very much frequent. And everywhere you could see that gift of healing. Wherever the apostles went, people were healed. But as days progressed, what happened? That the gift of healing decreased a little bit. When Epaphroditus was sick, Paul was really scared whether he would die.
And when Mark was sick, he was sent back. And they were struggling with sicknesses. And they didn't find that hand of the Lord as fast as they saw some years back. When Pentecostal movement began in Kerala, there was so many of miracles, and slowly these miracles came down a little bit because now we know Christ even without a miracle. See, when you go to a new area where they don't understand Christ, there will be miracles. So God shows who He is by using you and performing miracles. Now, slowly the importance wanes because more important is the way we live. നമ്മൾ പതുക്കെ പതുക്കെ മിറക്കിൾസിനെ വിട്ടിട്ട് കർത്താവിൽ ജീവിക്കാനുള്ള ആ വിളിയിലേക്ക് നമ്മൾ തിരിയും. സഭയും അങ്ങനെ തന്നെയാണ്. മെച്യൂരിറ്റി പ്രാപിക്കും തോറും വി ആർ മോർ കൺസേൺഡ് അബൌട്ട് ലിവിങ് ദ ലൈഫ് ഓഫ് ക്രൈസ്റ്റ് റാദർ ദാൻ ദ ഫെനോമിന ഓഫ് ഫോളോയിങ് ക്രൈസ്റ്റ്. അപ്പം നിന്ന് തൃപ്തരാകുന്നത് ആദ്യത്തെ ഒരു ഘട്ടമാണ്. എന്നാൽ അതിനുശേഷം രണ്ടാമത്തെ ഒരു ഘട്ടം അപ്പം തിന്നില്ലെങ്കിലും കിട്ടിയില്ലെങ്കിലും പട്ടിണിയായാലും ഉപദ്രവമായാലും സങ്കടമായാലും, "ഓ ലോർഡ്, യു ആർ ദ ഓൺലി പ്രഷ്യസ് ഗിഫ്റ്റ് ഫോർ മീ. ഐ ആം മോർ ദാൻ സാറ്റിസ്ഫൈഡ് ഇൻ യു ആൻഡ് ഇൻ യുവർ പ്രസൻസ്" എന്ന് പറയുന്ന ഒരു ലെവൽ ഓഫ് സ്പിരിച്വാലിറ്റിയിലേക്ക് നമ്മൾ എല്ലാവരും വളരും. അത് പിന്നെയും നമ്മൾ സുവിശേഷകരായി വലിയൊരു ദേശത്തേക്ക് പോകുമ്പോൾ, ക്രിസ്തുവിനെ അറിഞ്ഞിട്ടില്ലാത്ത ഒരു ദേശത്തേക്ക് ചെല്ലുമ്പോൾ വീണ്ടും ഇതേ മിറാക്കിൾസിനെ വെച്ച് ദൈവം അവിടെയും എല്ലാ സഭകളെ പണിതുകൊണ്ടേയിരിക്കും. But we all need to grow into more excellent ways where the Lord is reflected in all glory by the love that He gives us. And ഇന്ന് അന്യഭാഷ പറയുന്നവർ ചിലപ്പോൾ നാളെ പറഞ്ഞില്ലെന്ന് വരും. ചിലപ്പോൾ അവരറിയല, അവരെന്തെങ്കിലുമൊക്കെ പറയും. ബട്ട് മേ ബി ദ ഹോളി സ്പിരിറ്റ് ഈസ് നോ ലോങ്ങർ ടോക്കിംഗ് ടു ദം. അതുപോലെ തന്നെ ഒരു മനുഷ്യൻ ഒരിക്കലും ഉതിർന്നു പോകാത്ത ഒരു കാര്യം അവന്റെ ഉള്ളിൽ അവൻ ചോദിച്ചു വാങ്ങിക്കുന്ന അഗപ്പ എന്ന് പറയുന്ന കാര്യമാണ്. ഓക്കെ, that never vanishes, that never goes away until the day of the Lord. Keep on growing. എന്തൊക്കെയാണ് വളർന്നുകൊണ്ടിരിക്കുന്ന 3 കാര്യങ്ങളാണ് പ്രത്യാശ, സ്നേഹം. All these 3 are very relevant. There any interruption? All right, things that one is faith, and the other is hope, and the third one is love. വിശ്വാസം, പ്രത്യാശ, സ്നേഹം. Faith, hope, and love. ഇത് മൂന്നും എന്നേക്ക് നിലനിൽക്കുന്നു. ബാക്കിയുള്ള കൃപാവരങ്ങളൊക്കെയും കർത്താവിന്റെ വരവോടുകൂടി പൂർത്തിയാകും. ബട്ട് ഫെയ്ത്ത്, ഹോപ്പ് ആൻഡ് ലവ് വിൽ ലാസ്റ്റ് ഫോർ എവർ. ഇവിടെ ഒരു ചോദ്യം വരുന്നു, ഫെയ്ത്തും ഹോപ്പും എന്തിനാണ് കർത്താവ് വന്നു കഴിഞ്ഞാൽ പിന്നെ? ഹോപ്പ് എന്ന് പറയുന്നത് കർത്താവ് വന്നു കഴിഞ്ഞാൽ തീരണ്ടേ? എന്റെ ആവശ്യമുണ്ടോ? പിന്നെ നിത്യതയിൽ പിന്നെ നമ്മൾ ഹോപ്പിന്റെ ആവശ്യമുണ്ടോ? പ്രത്യാശ, അതുപോലെ വിശ്വാസം കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമല്ലേ? അപ്പൊ കണ്ടു കഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് വിശ്വാസം? അതുപോലെ പ്രത്യാശ കാണുന്നതിനായി നാം ഈ പ്രത്യാശിക്കുന്നതിന് അല്ലെ? അപ്പോൾ കർത്താവ് വന്നു കഴിയുമ്പോഴേക്കും നമുക്ക് കൃപാവരങ്ങളെല്ലാം തീരുന്ന മാത്രമല്ല, ഈ വിശ്വാസവും പ്രത്യാശയും അതും തീരുവോ? ഇവിടെ പറയുന്നത് വിശ്വാസവും പ്രത്യാശയും സ്നേഹവും മൂന്നും നിലനിൽക്കുന്നതാണ്. പക്ഷെ കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ് ഫെയ്ത്ത്. When you once experience the Lord face to face, eye to eye, then why do we need faith and hope even in eternity? Is there any need? Okay, so let's try to find out the real meaning of these 3 things that lasts forever: faith, hope, and love. To understand these 3 things, we need to look at different parts of the scripture, and it's important to learn this because these are a more excellent way of seeking the Lord, of being part of the body of the Lord. To have faith and to have hope and to bind all of us together
in that love. And that's a more excellent way of functioning in a church, in the body of the Lord. So let us first examine what is Christian faith and what is hope and then what is love. Three basic things of Christian living. മൂന്ന് കാര്യം: വിശ്വാസം, പ്രത്യാശ, സ്നേഹം. ഇതെങ്ങനെയാണ് നിത്യതയിൽ നിലനിൽക്കുന്നത്? എങ്ങനെയാണ് ഇത് നിത്യമായ സംഭവമായിട്ട് മാറുന്നത്? ഓക്കെ, ഫെയ്ത്ത്, നിലനിൽക്കുന്ന ഫെയ്ത്ത്. പ്രത്യാശ, നിലനിൽക്കുന്ന പ്രത്യാശ. സ്നേഹം, ഒരിക്കലും മുതിർന്നു പോകാത്ത സ്നേഹം. These are qualified as a term. ഓക്കെ, വിശ്വാസം എന്നേക്കും നിലനിൽക്കുന്ന ഒരു വിശ്വാസം. ദാറ്റ് മീൻസ് തിരശീലയ്ക്ക് അപ്പുറത്തേക്ക് കടക്കുന്നു. തിരശീലയ്ക്ക് അപ്പുറത്തേക്ക് കടക്കുന്നു. Established by the high priest and something that passes beyond the curtain, beyond the veil, and stands the test of time. Eternal. എന്താണ് ഫെയ്ത്ത് എന്ന് പറയുന്നത്? നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സംസാരിച്ചപ്പോൾ I think I briefly mentioned what faith is. If my memory serves me well. What is faith? Faith is the assurance of things hoped for and evidences of things not seen. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാണ്. Okay. Now, are you able to listen to me? Is it clear? Network was a little bit difficult in the beginning. Okay. All right. So what is faith? എന്താണ് വിശ്വാസം? വിശ്വാസം എന്നത് ആശിക്കുന്ന കാര്യങ്ങളുടെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും. ഓക്കെ, എന്താണ് ആശിക്കുന്നത്? So we have to connect faith with hope. Assurance of things hoped and evidences of things not seen. So hope and faith comes together. If you have hope, you have faith. If you have faith, you have hope. So they come together. വിശ്വാസവും പ്രത്യാശയും ഒന്നിച്ചു വരുന്ന കാര്യങ്ങളാണ്. അപ്പം ഹോപ്പിന്റെ അഷുറൻസ് ഓഫ് ഹോപ്പ്, assurance of things hoped for. So the question is, what do you hope for? What is your hope? What do you look out for? What is your faith? എന്താണ് നമ്മുടെ വിശ്വാസം? എന്തിനു വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്? എന്തിനു വേണ്ടിയാണ് നമ്മൾ ഞരങ്ങുന്നത്? എന്താണ് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ കാത്തിരിപ്പ്? അതാണ് നമ്മുടെ ഹോപ്പ്, പ്രത്യാശ, ആശ. ആശക്കെതിരായ ആശ, hope against hope. പ്രത്യാശ. In മലയാളം that makes sense. പ്രത്യാശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആശക്കെതിരായ ആശ. ആശകൾ മുഴുവൻ ലോകത്തിലാണ്. പ്രത്യാശ എന്ന് പറയുമ്പോൾ അതിന് എതിരായ ഒരാശയാണ്. ഈ ലോകത്തിൽ നമ്മുടെ ജഡം എങ്ങോട്ടെല്ലാം നമ്മൾ കൊണ്ടുപോകുന്നോ അതിന് നേരെ എതിരായ ഒരാശയാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. സംതിങ് ദാറ്റ് ഗോസ് ഇൻ ദ റിവേഴ്സ് ഡിറക്ഷൻ. ഓക്കെ, ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദാറ്റ്. നമ്മൾ ആശിക്കുന്നത് അല്ലെങ്കിൽ സംതിങ് ദാറ്റ് വി നോ വാട്ട് ഡു വി ഡിസയർ? ലോട്ട് ഓഫ് തിങ്സ് ഇൻ ദിസ് എർത്ത്, in this world, glorious things, as much as we see it, glorious things, and we crave for it, we pray for it. But hope is something opposite to it. It goes in the opposite direction. Hope, it's about something different. Okay, and hope is about the great promises that the Lord has given us. ദൈവം നമുക്ക് തന്നിരിക്കുന്ന വാഗ്ദത്തങ്ങളെ സംബന്ധിക്കുന്നതാണ് hope. സ്വർഗത്തിൽ പോകുമെന്നുള്ളത് അല്ലെങ്കിൽ പോകണം എന്നുള്ളത്, ദൈവം എന്നെ അവിടെ കൊണ്ടുപോകും എന്നുള്ള വാഗ്ദത്തം, അതിനു വേണ്ടി ഉള്ള എൻ്റെ കാത്തിരിപ്പിനെയാണ് നമ്മൾ പ്രത്യാശ എന്ന് പറയുന്നത്. ഈഗർലി വെയിറ്റിംഗ് ഫോർ ദ അഡോപ്ഷൻ, ഫോർ അവർ അഡോപ്ഷൻ ആസ് ചിൽഡ്രൻ ഓഫ് ഗോഡ്. ഇപ്പൊ ദൈവപുത്രന്മാരായി നമ്മൾ തേജസ്സോടെ സ്വർഗത്തിലേക്ക് പോകുന്നതും കാത്തിരിക്കുന്ന ആ ഇരിപ്പിനെയാണ് നമ്മൾ പ്രത്യാശ. ഓക്കെ,
റോമാലേഖനം 8-ാം അധ്യായത്തിൽ 23-ാം വാക്യം പറയുന്ന ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചവരായെന്നാണ്. നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് വേണ്ടി കാത്തുനിന്നു. ഉള്ളിൽ ഞരങ്ങും. വി ഗ്രോൺ ഇൻസൈഡ്. എന്തിനു വേണ്ടിയാ? എന്തിനു വേണ്ടി കാത്തുകൊണ്ടാ? പുത്രത്വത്തിന് വേണ്ടി കാത്തുകൊണ്ടു. സോ ദെയർ ഇസ് എൻ ഈഗർ എക്സ്പെക്ടേഷൻ. പക്ഷെ ഒരു കുഴപ്പമുണ്ട്. ഇത്രയും നമ്മൾ കാത്തിരിക്കുന്നത് ഉറപ്പില്ലാത്തൊരു കാര്യത്തിന് വേണ്ടിയാണ്. ഉറപ്പില്ലാത്തൊരു കാര്യത്തിന് വേണ്ടി കാത്തിരിക്കാൻ പറ്റുമോ? ഞാനൊരു കോടതി കേസിൽ പെട്ടിരിക്കുകയാണെന്ന് വിചാരിച്ചു. അടുത്ത മാസം 1-ാം തീയതി എന്റെ വിധി വരികയാണ്. സോ I'm waiting for a judgment in a court of law. And that court can punish me with death sentence, death penalty. I can die. I can lose my life. Suppose that date is April 1. Will I eagerly wait for April 1? No, I will not. I would only want to skip that date somehow. Run away from that date. I don't want that date to come nearer. I'll be trying to push it away further and further because I'm not sure about my destiny. Am I right? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉറപ്പില്ലാത്തൊരു കാര്യത്തിന് വേണ്ടി കാത്തിരിക്കാൻ പറ്റും? അടുത്ത മാസം ഒരു കേസുണ്ട്. കേസിൽ ഞാൻ വിധി വരുമ്പോൾ ഞാൻ ഉറപ്പായിട്ടും തൂക്കിക്കൊല്ലാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ രക്ഷപ്പെടാം. അങ്ങനെയുള്ളൊരു ദിവസം എൻ്റെ മുമ്പിൽ ഉണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ആർത്തിയോടെ ഞരക്കത്തോടെ ആ ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുമോ? ഇല്ല. ഐ വിൽ ബി അഫ്രൈഡ്. ഐ വിൽ ബി റിയലി അഫ്രൈഡ്. അപ്പൊ ഞാൻ കൊതിയോടെ തിടുക്കത്തോടെ ആ കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കണമെങ്കിൽ, കർത്താവേ നീ എപ്പോ വരും എന്നും പറഞ്ഞ് നോക്കിയിരിക്കണമെങ്കിൽ, we need to have some form of an assurance that we will be taken up with him. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. If you don't have that assurance, you cannot wait for the Lord. പ്രത്യാശയുടെ ഉറപ്പില്ലെങ്കിൽ, വിശ്വാസമില്ലെങ്കിൽ, ആ പ്രത്യാശിക്കുന്ന എന്താണോ അതിന്റെ അഷുറൻസ് ഇല്ലെങ്കിൽ, you cannot wait for the Lord because you will be scared of the day of the arrival of the Lord, the return of the Lord. We will only be scared if you are not sure about what will happen to us on that judgment day. The question is, have you received an assurance of salvation? Have you received that hope? Do you have a hope, a living hope that cannot be taken away? Or an assurance of hope that is the real, authentic faith? ഇത് നമ്മോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. നമുക്ക് ശരിക്കും ദൈവത്തിൽ നിന്നുള്ള ഒരു അഷുറൻസ്, പ്രത്യാശയുടെ ആ നല്ല സ്വീകാരം നമ്മൾ മുറുകെ പിടിച്ചിട്ടുണ്ടോ? നമുക്ക് സ്വർഗം ഷുവറാണോ? നിങ്ങൾക്ക് ഷുവർറ്റി ഇല്ലെങ്കിൽ പല പാട്ടുകളും നമുക്ക് പാടാൻ പറ്റും. തേജസ്സിൽ യേശുവിൻ പൊന്മുഖം ഞാൻ കാണുമായിരിക്കും ചിലപ്പോൾ എന്ന് പറഞ്ഞു വരും. അതെ, അതുപോലെ ഒരു പാട്ടും ശരിക്കും പ്രത്യാശയുടെ ഒരു പാട്ടും പാടാൻ പറ്റും. കண்கள் കൊതിച്ചിടുന്നേ, ഉള്ളം തുടിച്ചിടുന്നേ, നാഥാ നിന്നോടെ വരവിനായി. എന്തുകൊണ്ട്? Because I know I will go. I am waiting for my Lord to come. Are you? Are you sure? Or will you be scared of that day? ഇന്ന് വിശ്വാസ സമൂഹത്തിൽ ആ ഉറപ്പ് പോയി ശരിക്കും കർത്താവിന് വേണ്ടി കാത്തിരിക്കാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ട്. ഇതാണ് ശരിക്കുള്ള വിശ്വാസത്തിന്റെ തകർച്ച. The real crisis of faith is that we don't any longer wait eagerly for the return of the Lord. Okay. We have lost. Now we are eagerly waiting for earthly things, worldly promises,
ഈ ലോകത്തിലെ വാഗ്ദത്തങ്ങൾ നിറവേറാൻ വേണ്ടി നമ്മൾ ഈഗർലി വെയിറ്റ് ചെയ്തു. പക്ഷെ കർത്താവിന്റെ വരവിന് വേണ്ടിയുള്ള കാത്തിരിപ്പിന്റെ തിടുക്കം നമ്മുടെ ലോകത്തിലേക്ക് ഒന്നും കൂടെ സൂക്ഷിച്ചു നോക്കിയാൽ ദർ ഇസ് നത്തിങ് ഹിയർ. അത് അങ്ങനെ കാണണമെങ്കിൽ ആത്മാവിലൂടെ കാണണം. നത്തിങ് അബ്സല്യൂട്ട്ലി ഇൻ ദിസ് that would hold our hope. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ പ്രത്യാശയുള്ളവരായി മാറുന്നത്? ഞാൻ ഈ പ്രസംഗിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യാശ ഉണ്ടാവണമെന്നില്ല. നമുക്ക് പെട്ടെന്നൊരു തീരുമാനം എടുത്ത് പ്രത്യാശ ഉണ്ടാക്കാനൊന്നും പറ്റില്ല. We cannot take a decision to be full of hope. From today onwards, I will be full of hope. You cannot say like that. Then how does that hope get kindled in our heart? How does God kindle that hope in us? So let us see what's the foundation of our hope, and then we will examine how we get an assurance of that. In one way, both are similar, faith and hope. Assurance of what we are craving for. That's faith. നമ്മൾ എന്തിനു വേണ്ടിയാണോ ഞെരക്കത്തോടെ കാത്തിരിക്കുന്നത് അത് കിട്ടും എന്നുള്ള ഗ്യാരണ്ടിയാണ് ഫെയ്ത്ത്. ആ കാത്തിരിപ്പാണ് പ്രത്യാശ. Okay. There are people who say they will go to heaven based on bad premises, false premises. തെറ്റായ അടിസ്ഥാനങ്ങളിന്മേൽ ഊന്നിക്കൊണ്ട് ഞങ്ങൾ സ്വർഗത്തിൽ പോകുന്നു വിശ്വസിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. തെറ്റായ അടിസ്ഥാനങ്ങൾ എന്തൊക്കെയാണ്? There are two ways in which man can be deceived into believing that they have a hope. Okay, and one is people affirming, I will go to heaven. Will you? If I ask a question like that to you, it's dangerous. ഞാനിപ്പോ നിങ്ങളോട് ഇങ്ങനെ പറയാം, ഞാൻ എന്തായാലും സ്വർഗത്തിൽ പോകും, നിങ്ങൾ പോവൂ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു വെല്ലുവിളി വെക്കുന്നുണ്ട്. ആ വെല്ലുവിളി ഒരു അപകടമുണ്ട്. എന്താണ് അപകടം എന്നറിയാം? ഞാൻ സ്വർഗത്തിൽ പോകും കേട്ടോ, നിങ്ങളിങ്ങനെ ജീവിച്ചാൽ സ്വർഗത്തിൽ പോകുമെന്ന് വിചാരിക്കണ്ട എന്ന് ഞാൻ പറഞ്ഞാൽ അതിനർത്ഥം നിങ്ങൾ ആരെ പോലെ ജീവിച്ചാൽ സ്വർഗത്തിൽ പോകാമെന്നാണ്. എന്നെ പോലെ ജീവിച്ചാൽ സ്വർഗത്തിൽ പോകാമെന്നാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. So I have presented my life as a standard for going to heaven. ഇതാണ് ഇതിന്റെ അപകടം. നമ്മളത് ശ്രദ്ധിക്കാതെ പറയുന്നേ. നിങ്ങൾ വിശുദ്ധ ജീവിതം നയിച്ചില്ലെങ്കിൽ വിത്ത് വൈബ്രേഷൻ, I tell, if you don't live holy lives, you will not see the kingdom of God. Oh, എന്ത് നല്ല പ്രസംഗം. പക്ഷേ you ask a question to me, Pastor, will you go to heaven? I say, I will go. What does that mean? It means I have fulfilled the obligations of going to heaven, and you have not. That means if you want to go to heaven, be like me. Okay, so I have become a small Christ before you, asking you to become like me to go to heaven. Is there a problem there? There is a problem. എന്റെ പ്രവൃത്തികൾ നന്നായതുകൊണ്ട് ഞാൻ സ്വർഗത്തിൽ പോകുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ദാറ്റ്സ് എ ഫോൾസ് അഷുറൻസ്. അങ്ങനെ സ്വർഗത്തിൽ പോകാനുള്ള ക്വാളിറ്റിയുള്ള ഒരൊറ്റയാൾ മാത്രമേ ലോകത്ത് ജീവിച്ചുള്ളൂ, അത് യേശു ക്രിസ്തുവാണ്. നോ വൺ എൽസ്. ബിക്കോസ് സ്വർഗത്തിലേക്ക് പോകാൻ വലിയ യാഗങ്ങൾ ആവശ്യം. ഇതിനേക്കാൾ വലിയ യാഗങ്ങൾ ആവശ്യം. ആ യാഗങ്ങൾ പൂർത്തിയാക്കി കർത്താവ് മാത്രമാണ് സ്വർഗത്തിലേക്ക് മെറിറ്റിലെ പ്രവേശനം നേടി. ഇനി വേറൊരു ഫോൾസ് അഷുറൻസ് ഉണ്ട്. എന്താണെന്നറിയാം? ബ്രദർ, ഞാൻ ചെറുപ്പകാലത്ത് രക്ഷിക്കപ്പെട്ടത്, ഞാൻ അതുകൊണ്ട് സ്വർഗത്തിൽ. ഇതൊരു അഷുറൻസ്. അതും ഫോൾസ് ആകാം. എന്തുകൊണ്ടാണെന്നറിയാം? മിക്കവാറും ആൾക്കാരും രക്ഷിക്കപ്പെടുന്നത് ഒരു കൺവെൻഷന് കൈപൊക്കിയും അല്ലെങ്കിൽ ഒരു പാപിയുടെ പ്രാർത്ഥന ചൊല്ലിയുമാണ്. ഈ പാപിയുടെ പ്രാർത്ഥന ചൊല്ലുന്ന 1 മിനിറ്റ് എടുക്കുള്ളൂ. ആ 1 മിനിറ്റ് ഒരു പാപിയുടെ പ്രാർത്ഥന ചൊല്ലിയുകൊണ്ട് ഞാൻ രക്ഷിക്കപ്പെട്ടതാണ്, സ്വർഗത്തിൽ പോകുന്നു പറയരുത്. കാരണം മനുഷ്യന്റെ തീരുമാനങ്ങളിലൂടെ അല്ല സ്വർഗത്തിലേക്ക് നമ്മൾ പോകും. സോ ഹോപ്പ് അങ്ങനെ ഒന്നും വന്നുകൂടാ. ദീസ് ആർ ഓൾ wrong ways of affirming hope. ഇങ്ങനെയൊക്കെയുള്ള ഹോപ്പാണ് നമ്മുടെ ഉള്ളിലുള്ളതെങ്കിൽ അത് ദൈവത്തിന്റെ ആത്മാവ് തരുന്നതല്ല. പിന്നെ എങ്ങനെയാണ് നമുക്ക് ഒരു പ്രത്യാശ ലഭിക്കുന്നത്? നമുക്ക് പ്രത്യാശ ലഭിക്കാൻ എന്താ ചെയ്യുന്നത്?
അതെന്താണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് എബ്രായ ലേഖനത്തിലേക്ക് അതിന്റെ 6-ാം അധ്യായത്തിലേക്ക് നോക്കാം. 6-ാം അധ്യായത്തിൽ we see a foundation of our hope. How do we become hopeful? What's the foundation of our Christian hope? Let's turn our attention to the book of Hebrews, chapter 6. Hebrews chapter 6, verses 13 onwards. 13 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാം. Don't worry about reading. ദൈവം എബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്യുമ്പോൾ തന്നേക്കാൾ വലിയവനെ കൊണ്ട് സത്യം ചെയ്യുവാൻ ഇല്ലാഞ്ഞിട്ട് തന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്തത്, ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയും നിന്നെ വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്ന് അരുളി ചെയ്തു. അപ്പോൾ ദൈവം സത്യം ചെയ്ത് അബ്രഹാമിനൊരു വാഗ്ദത്തം കൊടുത്തു, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, ഞാൻ നിന്നെ വർദ്ധിപ്പിക്കും. അപ്പൊ ദൈവം എങ്ങനെയാ സത്യം ചെയ്തത്? ആണയിട്ട് ഒരു വാഗ്ദത്തം അബ്രഹാമിന് കൊടുത്തു. അവിടെ ഉൽപ്പത്തി 15 നമ്മൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത്, നിന്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ ആകുമെന്ന് അവൻ അവനോട് കൽപ്പിച്ചു എന്ന്. ഓർഡേഡ് ബൈ എ ഡിക്രി. അതൊരാണയാണ്. വാഗ്ദാനം കൊടുക്കുമായിരുന്നില്ല. ഇറ്റ് വാസ് പാസിംഗ് ആൻ ഓർഡർ. ഗോഡ് decreed that Abraham's children or posterity will become like stars in the sky. അപ്പോൾ ഇവിടെ എബ്രായ ലേഖനകർത്താവ് പറയുന്നത് ഒരു ആണയോട് കൂടിയുള്ള ഒരു വാഗ്ദത്തമായിരുന്നു. അതൊരു കൽപ്പനയായിരുന്നു, അതൊരു ഡിഗ്രി ആയിരുന്നു. അതുകൊണ്ട് എബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, ആ ആണയിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കി. നമുക്കറിയാം, സാധാരണ നമ്മൾ ആണയിടുമ്പോൾ, ആണയിടരുതെന്ന് ബൈബിളിലുണ്ട് കേട്ടോ, അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം. സാധാരണ ആണയിടുന്ന ആൾക്കാർ എങ്ങനെ ആണയിടുന്ന അറിയാം? എന്റെ അമ്മയാണ് സത്യം, അല്ലെങ്കിൽ എന്താ, ചിലർ യേശുക്രിസ്തുവാണ് സത്യം നേരെ പറഞ്ഞോളെ. എന്തായാലും നമ്മളെക്കാളും നമുക്ക് വിലയുള്ള എന്തെങ്കിലും വെച്ച് നമ്മൾ സത്യം ചെയ്യും, വിലയില്ലാത്ത എന്തെങ്കിലും വെച്ച് സത്യം ചെയ്യും. ഞങ്ങളുടെ അയൽവക്കത്തെ വീട്ടിൽ നിന്ന് ഇടയ്ക്ക് ഇവിടെ കയറി വരുന്ന പൂച്ചയാണ് സത്യം എന്ന് പറയല്ല. നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് സത്യം ചെയ്യും. നമ്മൾ വിലയുള്ള കാര്യങ്ങളെ കുറിച്ച് മാത്രം സത്യം ചെയ്യും. അപ്പൊ കർത്താവിന് വിലയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ദൈവത്തിന് മുകളിൽ ആരുമില്ല, അതുകൊണ്ട് സത്യം ചെയ്യാനും ആരുമില്ല. അതുകൊണ്ട് കർത്താവ് എന്ത് ചെയ്തു? അവന്റെ നാമം ചൊല്ലി തന്നെ സത്യം ചെയ്തു. എന്നിട്ട് അതേ കർത്താവ് നമ്മളോട് സത്യം ചെയ്യരുതെന്ന് പറഞ്ഞല്ലേ. എന്നിട്ട് കർത്താവ് തന്നെ ആണയിട്ടു. ആണയിടരുതെന്ന് നമ്മളോട് പറഞ്ഞ കർത്താവ് തന്നെ ആണയിട്ടു. ഭയങ്കര സ്ട്രെയിഞ്ച് ആയിരുന്നു. എന്തുകൊണ്ടാണ് നമ്മളോട് ആണയിടരുതെന്ന് പറഞ്ഞിട്ട് കർത്താവ് സ്വന്തമായിട്ട് ആണയിട്ടത്? God asked us not to swear, not to take an oath. Your yes shall be a yes and no shall be a no. Anything that exceeds comes from the wicked. എന്നിട്ട് കർത്താവ് എന്ത് ചെയ്തു? കർത്താവ് ആണയിട്ടു. God swore to us a promise. അവൻ നമുക്ക് ആണയിട്ടൊരു വാഗ്ദത്തം ഉറപ്പിച്ചു. എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത്? എന്തുകൊണ്ടാണ് കർത്താവ് നമ്മളോട് ആണയിടരുതെന്ന് പറഞ്ഞാൽ? എന്തുകൊണ്ടാണ് നമ്മൾ ആണയിടുന്നത്? നമ്മൾ പറയുന്ന ആളുകൾ വിശ്വസിക്കാതെ വരുമ്പോഴല്ലേ നമ്മൾ ആണയിടുന്നത്. പിള്ളേർ എന്താണ് ഹോംവർക്ക് ചെയ്യുന്നത്? അതെ സാറേ, എനിക്ക് വയറുവേദനയായിരുന്നു. നിനക്കോ വയറുവേദന? സത്യമായിട്ടും സാറേ. എന്തുകൊണ്ടാണ് രണ്ടാമത് സത്യമായിട്ടും ആണയിട്ടത്? ബിക്കോസ് ദിസ് ചൈൽഡ് അണ്ടർസ്റ്റാൻഡ്സ് ഇറ്റ്സ് നോട്ട് ബിലീവബിൾ. അപ്പോൾ ആണയിടേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? ബിക്കോസ് വി ഡോണ്ട് ഹാവ് എ ക്രെഡിബിൾ ടെസ്റ്റിമണി, വി ഡോണ്ട് ഹാവ് എ ക്രെഡിബിൾ വിറ്റ്നസ്. അല്ലെങ്കിൽ അവൻ പറഞ്ഞാലേ, എന്നാ ഇനി ഒന്നും ആലോചിക്കണ്ട, സത്യമായിരിക്കും, ഇതാണ്. അപ്പൊ അവൻ ഉവ്വെന്ന് പറഞ്ഞാൽ മാത്രം മതി. സോ ദാറ്റ് ബിക്കംസ് ഫൈനൽ. എന്നാൽ ചില ആൾക്കാർ എത്ര പറഞ്ഞാലും ആളുകൾ വിശ്വസിക്കില്ല. നമ്മൾ അങ്ങനെ വിശ്വാസ്യമായ ജീവിതം അല്ല ജീവിക്കുന്നതെങ്കിൽ, ഇഫ് യു ഡോണ്ട് ഹാവ് ക്രെഡിബിലിറ്റി, എത്ര ആണയിട്ടാലും അത് തികയുമില്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ആണയിടേണ്ടി വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദുഷ്ടന്മാർ. കാരണം യു ഡോണ്ട് ഹാവ് എ ക്രെഡിബിൾ ടെസ്റ്റിമണി. That's why you have to swear again and again.
പക്ഷെ എന്തുകൊണ്ടാണ് ദൈവം ആണയിട്ടൊരു വാഗ്ദത്തം എബ്രഹാമിന് കൊടുത്തത്? അതുപോലെ ആണയോട് കൂടിയുള്ള ഒരു വാഗ്ദത്തം നമുക്കും തന്നത് എന്തുകൊണ്ടാണ്? കാരണം ദൈവം മനുഷ്യന്റെ ബുദ്ധിക്ക് നിരക്കാത്തത്, ബുദ്ധി കൊണ്ട് എഗ്രി ചെയ്യാൻ പറ്റാത്തതുമായ വാഗ്ദത്തങ്ങൾ തരുന്നതുകൊണ്ടാണ്. സോ അൺബിലീവബിൾ. അത് യെശയ്യാവിനോട് പറയുമ്പോഴും നമുക്കറിയാം, യെശയ്യാവ് പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ റെവലേഷൻ കണ്ട ശേഷം യെശയ്യാവ് പറയാണ്, ഞങ്ങൾ പറയുന്നത് ആർ വിശ്വസിക്കും. ഇറ്റ്സ് അൺബിലീവബിൾ ഫോർ എ ഹ്യൂമൻ ബീങ്. അപ്പൊ ഇൻക്രെഡിബിൾ ആയിട്ടുള്ള ഒരു കാര്യം ഉള്ളത് കൊണ്ട്, ദൈവത്തിന് വിശ്വാസത ഇല്ലാത്തതുകൊണ്ടല്ല, നമ്മുടെ പൊട്ട ബുദ്ധികളെ തുറക്കാൻ, നമ്മുടെ കുരുട്ട് കണ്ണുകളെ തുറക്കുവാൻ ദൈവം ആണയിട്ട് ഒരു വാക്ക് നമുക്ക് തരേണ്ടതായിരുന്നു. കാരണം the salvation, the news of salvation, the good news of salvation is not credible to normal human. Gave it as a promise. Okay. അപ്പോൾ എങ്ങനെയാണ് അബ്രഹാമിന് ആ പ്രോമിസ് വർക്ക് ചെയ്തത്? How did that promise work for Abraham? Abraham, when he was promised that his posterity will become like stars of the sky, Abraham believed it. And at that time, he did not have even a single child. Ishmael was not born, Isaac was not born. And at that time, when God promised him, he believed it. And it was credited to him as righteousness. Why? Because when Abraham believed it, he could not find any merit in him. Okay, any possibility, any human possibility of that happening. But still believed God can still do it. There is no human way of achieving it. If you are looking at circumstances, that will not happen. But Abraham knew if God made a promise, he will somehow make it happen, even without my help. So he believed God's promise by an oath. And what happened? When he was 100 years of age, Isaac was born. Let's leave Ishmael's story. We are not concerned about that now, at this point of time. 100-ാം വയസ്സിൽ എബ്രഹാമിന് ഇസ്ഹാക്ക് ഉണ്ടായി. വർഷങ്ങൾ കഴിഞ്ഞു, കുട്ടി വളർന്നു. അപ്പൊ എബ്രഹാമിന്റെ പ്രായം പിന്നെയും കൂടി, നല്ല പടു വാർദ്ധക്യമായി. 100 അല്ല, 110 അല്ല. അപ്പോഴേക്കും he became very, very old and Sarah was about to die. At that time, ദൈവം പറയാണ്, നീ നിന്റെ കുഞ്ഞിനെ യാഗം അർപ്പിക്കണം. God is asking him, go and sacrifice this child. And Abraham is looking at that commandment. There's a promise that Abraham's children will become like the stars of the sky. But at the same time, he only has this Isaac. And now he is asked by the Lord to bring this child for a sacrifice. And then all his avenues are closed. എങ്ങനെ ഈ ദൈവത്തിന്റെ വാഗ്ദത്തം നിറവേറാനാണ്? അപ്പൊ എബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു. 2 കാര്യങ്ങൾ വിശ്വസിച്ചു എന്ന് പൗലോസ് പറയുന്നു. ഒന്ന്, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനായ ദൈവം. മറ്റൊന്ന്, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുന്ന ദൈവം. റോമാലേഖനം 4:17, മരിച്ചവരെ ഉയർപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്നവനായി താൻ വിശ്വസിച്ച ദൈവത്തിൽ. ഇസ്ഹാക്കിനെ യാഗം അർപ്പിക്കാൻ പോകുമ്പോൾ എബ്രഹാമിന്റെ മനസ്സിൽ ഈ 2 വിശ്വാസങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന്, ഏതായാലും ദൈവം വാഗ്ദത്തം പാലിക്കാതിരിക്കില്ല. അതിന് ഇസ്ഹാക്കിനെ മരിച്ചവരുടെ നിന്ന് തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ ദൈവം അത് ചെയ്യും. ഇനി അതല്ല ദൈവത്തിന്റെ വഴിയെങ്കിൽ ഇല്ലാത്തടത്ത് നിന്ന് മക്കളെ ചേർത്ത് ദൈവം അബ്രഹാമിന് കൊടുത്തു. എങ്ങനെ ആയാലും ശരി, മക്കൾ ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ച് കല്ലുകളിൽ നിന്ന് മക്കളെ ഉണ്ടാക്കിയാൽ പോലും, യേശു പറഞ്ഞു അത്രയും വിശ്വാസം എബ്രഹാമിന് ഉണ്ടായിരുന്നു. എബ്രഹാമിന് ദൈവത്തിന് വേണമെങ്കിൽ എബ്രഹാമിന് കല്ലുകളിൽ നിന്ന് വരെ മക്കളെ കൊടുക്കാൻ പറ്റുമായിരുന്നു. അത്ര ഭയങ്കര വിശ്വാസമായിരുന്നു എബ്രഹാമിന് ഉണ്ടായിരുന്നു. കർത്താവ് തന്നെ. പക്ഷെ എബ്രഹാം ഇത് 2 വിശ്വസിച്ചു. 2 എബ്രഹാം പ്രാപിച്ചു. എബ്രായ ലേഖന കർത്താവ് പറയുന്നത്, ഇസ്ഹാക്കിനെ അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എന്ന പോലെ പുനരുത്ഥാനത്തിൽ എന്ന പോലെ തിരികെ പ്രാപിച്ചു. അപ്പൊ ആ വിശ്വാസം നിറവേറി.
ഇനി മറ്റൊന്ന്, ഇല്ലാത്തിടത്തുനിന്ന് മക്കളെ കിട്ടും എന്ന വിശ്വാസം, അത് നമ്മളെ കിട്ടിയപ്പം നിറവേറി. കാരണം നമ്മൾ മക്കളായിരുന്നില്ലല്ലോ. നമ്മൾ എവിടുന്നോ പറക്കി അബ്രഹാമിന്റെ സന്തതികളെന്ന വാഗ്ദത്ത വിഷയം നമുക്ക് തരുമ്പോൾ എബ്രഹാമിനോടുള്ള പ്രൊഫസി രണ്ടർത്ഥത്തിലും നിറവേറി. അപ്പൊ എബ്രഹാമിന്റെ അവസ്ഥയിൽ ഒരു സെക്കൻഡ് ചിന്തിച്ച് നോക്കി. ആകാശ നക്ഷത്രങ്ങൾ പോലെ പിള്ളേരുണ്ടാവും. നമുക്ക് 1-2 പിള്ളേരുണ്ടാകുമ്പോഴേക്കും നമുക്ക് ടെൻഷൻ, ഇവനെ എങ്ങനെ സെറ്റിൽ ചെയ്യിപ്പിക്കും, എങ്ങനെ കല്യാണം കഴിപ്പിക്കും. വി ആർ സ്റ്റിൽ anxious about the future of our children. Look at our sisters who are sitting here. Their number one anxiety is about their children. Suppose then we have 100 children or thousands of children. How much anxious that parent will be. എബ്രഹാമിന്റെ സ്ഥാനത്ത് നമ്മളായിരുന്നെങ്കിൽ പറഞ്ഞ ഇസ്ഹാക്കെ നീ എവിടെ പോയാലും കൺസ്ട്രക്ട് സിറ്റീസ്. അങ്ങനെ സിറ്റീസ് പണിതെങ്കിൽ മാത്രമേ നമ്മൾ വലിയ ജാതി ആകുമ്പോഴാണ്. അതുകൊണ്ട് എവിടെ പോയാലും സിറ്റീസ്, രാജ്യങ്ങൾ പിടിച്ചെടുക്കണം എന്ന് പറഞ്ഞാൽ, അതായത് വീട് പണി കൊണ്ടൊന്നും നടക്കുകയല്ല നമ്മൾ പറഞ്ഞു. പക്ഷെ എബ്രഹാം എന്താ ചെയ്യുന്നറിയോ? എബ്രഹാം പറയാണ്, ഇത്രയേ സന്തതികളെ ദൈവം തരുമെങ്കിൽ ദൈവം ശില്പിയായി പണിയുന്ന അടിസ്ഥാനമുള്ള ഒരു നഗരവും കൂടെ അതിലൂടെ കാണും. ഇല്ലാതെ വരികയില്ല. അതുകൊണ്ട് നമുക്ക് തൽക്കാലം ടെന്റ് അടിച്ച് താമസിച്ചാൽ മതി എന്ന് എബ്രഹാം തീരുമാനിക്കുകയാണ്. ബിക്കോസ് എബ്രഹാം ലുക്ക് ബിയോണ്ട് വാട്ട് ഹി കുഡ് സീ. How could Abraham do that? He was only a very weak human being. We see him very weak sometimes. When the king, he was afraid of the king, whether the king would take his wife away. And Abraham was telling Sarah, please don't tell I am your husband. Tell anyone that I am your brother. Why? If Abraham is only a brother, he will not be killed. Sarah will be taken away, but Abraham will not be killed. And if he says he is her husband, he will be killed and Sarah will be taken away. Abraham is not bothered about Sarah being taken away. Abraham is only bothered about his life, right? Will any husband say, wife, don't tell me I am your husband, because I am not your husband. They will anyway take you away. That I don't care, but my life will be spared. Imagine. This was Abraham's capacity, I should say. But that Abraham became a warrior of faith. You know why? Because God gave him a promise, and that was not an ordinary promise, that was a commandment, that was an oath. And that oath, that promise by oath, made Abraham a warrior of faith, father of the believers, father of the faithful. And God's oath is so powerful, and that oath gives us a guarantee of salvation of everyone who believes. I hope you understood my point. So how did Abraham change that much? Not because Abraham was different. Elijah is not different from us. We are not different from Elijah. We are all human. We are all Adamic. We are all flesh-based. We are all sinners. But when Abraham received that promise of God by an oath, he was changed and he was transformed into a holy believer. Just like that, when we receive a promise with an oath, that oath is powerful to change us and give us a hope that does not fade with time, a hope that goes beyond the curtain. Now coming to the next part, Hebrews chapter 6. When we go on reading it, നമ്മളത് വായിച്ച് മുമ്പോട്ട് പോകുമ്പോൾ, തങ്ങളെക്കാൾ വലിയവനെ കൊണ്ടല്ലോ മനുഷ്യർ സത്യം ചെയ്യുന്നത്, ആണ് അവർക്ക് ഉറപ്പിനായി സകല വാദത്തിന്റെയും തീർച്ചയാകുന്നു. രാജാവിനെ ചൊല്ലി ആണയിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇഷ്യൂ അടുത്ത്. അപ്പോൾ ആണയ്ക്ക് എത്ര ഭയങ്കര പവറായിരുന്നു. അടുത്ത വാക്യം നോക്കി. അതുകൊണ്ട് ദൈവം വാഗ്ദത്തത്തിന്റെ അവകാശികൾക്ക്, അതായത് വാഗ്ദത്തം തരുമ്പോൾ ആർക്കാണോ വാഗ്ദത്തം തരുന്നത് അവർക്ക്, the heirs of the promise, തന്റെ ആലോചന മാറാത്തതെന്ന് അധികം സ്പഷ്ടമായി കാണിക്കാൻ ഇച്ഛിച്ചു. അതായത് ഞാൻ നിങ്ങൾക്ക് തരുന്ന വാക്ക് മാറിപ്പോകാത്തതാണ് എന്ന് അധികം വ്യക്തമായി കാണിക്കാൻ വേണ്ടി ദൈവം എന്ത് ചെയ്തു? ഒരാണയാൽ ഉറപ്പ് കൊടുത്തു. അപ്പൊ അബ്രഹാമിന് കൊടുത്ത പോലെ നമുക്കുള്ള വാഗ്ദത്തത്തിന്റെ കൂടെ എന്തുണ്ട്? ഒരാണയുടെ ഉറപ്പുണ്ട്.
ഈ ഉറപ്പാണ് നമ്മുടെ പ്രത്യാശയുടെ ആധാരം. ഈ ഉറപ്പ് എങ്ങനെ ദൈവം നമുക്ക് തന്നതെന്ന് അറിയോ? 2 കാര്യങ്ങളാലാണ് എഴുതിയിരിക്കുന്നത്. എന്തൊക്കെയാണ് 2 കാര്യങ്ങൾ? അടുത്ത വാക്ക്. അങ്ങനെ നമ്മുടെ മുൻപിൽ വെച്ചിട്ടുള്ള പ്രത്യാശ പിടിച്ചുകൊള്ളുവാൻ ശരണത്തിനായി ഓടി വന്ന നാം. നമ്മൾ എന്തിനാ ഓടി വന്നത്? ശരണത്തിനായി ഓടി വന്നു. എന്തിനായി ശരണത്തിനായിട്ട് ഓടി വന്നത്? കർത്താവിന്റെ അടുത്തേക്ക് പ്രത്യാശ പിടിച്ചുകൊള്ളാൻ വേണ്ടി. That means we could not hold on to the hope because the circumstances are very bad. When we look at ourselves, we don't find ourselves to be faithful enough. And we see ourselves sometimes as defeated, weak, and we don't feel that hope. We don't feel charged, supercharged towards a heavenly journey. Okay? And now we come to the Lord, rush to the Lord, tell the Lord, oh Lord, I have come to take refuge in you. ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു. എനിക്ക് പ്രത്യാശ പിടിച്ചുകൊള്ളാൻ പറ്റുന്നില്ല. ഐ എം അൺഎബിൾ ടു ഹോൾഡ് ഓൺ ടു ദാറ്റ് ഹോപ്പ്. ഞാൻ ഈ ലോകത്തിലെ വഞ്ചനയ്ക്കകത്ത് പെട്ടുപോകുകയാണ് കർത്താവെ. എന്നെ ആ പ്രത്യാശയിൽ ഉറപ്പിക്കണമേ. വരാനിരിക്കുന്ന രാജ്യത്തിന്റെ ഉറപ്പ് എനിക്ക് നീ തരണം. എത്ര നാൾ ജീവിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. കർത്താവെ, ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു. നീ എനിക്ക് പ്രത്യാശ. അങ്ങനെ ഈ പ്രത്യാശ പിടിച്ചുകൊള്ളാൻ വേണ്ടി ഓടിച്ചെന്ന് കർത്താവിനെ ശരണം പ്രാപിക്കുന്നവർക്ക് ദൈവം എന്ത് ചെയ്യുന്നറിയാം? 2 കാര്യങ്ങളാലുള്ള ഒരാണവ്. എന്താണ് 2 കാര്യങ്ങൾ? 6-ാം അധ്യായം 18-ാം വാക്യം. അങ്ങനെ നമ്മുടെ മുൻപിൽ വെച്ചിട്ടുള്ള പ്രത്യാശ പിടിച്ചുകൊള്ളുവാൻ ശരണത്തിനായി ഓടി വന്ന നാം മാറിപ്പോകാത്തതും ദൈവത്തിന് പോസ്റ്റ് പറയുവാൻ കഴിയാത്തതുമായ 2 കാര്യങ്ങൾ ശക്തിയുള്ള പ്രബോധനം പ്രാപിക്കാൻ ഇടവരും. എന്താ ഈ 2 കാര്യങ്ങൾ? നമ്മൾ എങ്ങനെയാണ് ഈ പ്രബോധനം, ശക്തമായ പ്രബോധനം പ്രാപിക്കുന്നത്? ദൈവത്തിന്റെ ശക്തമായൊരു പ്രബോധനം. നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രത്യാശയിൽ കുറവുണ്ടെങ്കിൽ, ഉറപ്പ് പ്രാപിക്കാൻ പറ്റുന്നില്ല എങ്കിൽ, ദൈവത്തിന്റെ ആണ നമ്മൾ കേട്ടിട്ടില്ല. അതെങ്ങനെയാണ് ഈ ആണ വർക്ക് ചെയ്യുന്നത്? 2 കാര്യങ്ങളാൽ ശക്തിയുള്ള പ്രബോധനം പ്രാപിക്കേണ്ടവർ. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്ന 5-ാം അധ്യായത്തിലും 4-ാം അധ്യായത്തിന്റെ അവസാന ഭാഗം തൊട്ട് കണ്ടുകൊണ്ടിരുന്ന ഒരു കാര്യമുണ്ട്. യേശുക്രിസ്തുവിന്റെ മഹാപൗരോഹിത്യം. 5-ാം അധ്യായത്തിൽ നമ്മളത് കാണുന്നു. ഈ പൗരോഹിത്യത്തിന് 2 തലങ്ങളാണുള്ളത്. ഞാൻ അങ്ങോട്ട് മുമ്പോട്ട് വായിക്കുമ്പോൾ 2-ാമത്തെ തലം കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. 2 കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് വാഗ്ദത്തം ആണയോടുകൂടി ലഭിക്കാൻ അവിടെ 2 കാര്യങ്ങളുണ്ടായിരുന്നു. ഒന്ന്, യേശു ക്രിസ്തു തന്റെ ശരീരം ആകുന്ന തിരശീല കീറി, ദേഹം എന്ന തിരശീല കീറി നമുക്ക് ജീവന്റെ പുതുവഴി പ്രതിഷ്ഠിച്ചു. അപ്പൊ എന്നേക്കുമായുള്ള ഒരു യാഗം നമുക്ക് വേണ്ടി കർത്താവ് കഴിച്ചു. അതാണ് ഒരു കാര്യം. അതിനർത്ഥം എന്താണ്? നമ്മുടെ പാപങ്ങൾ അവന്റെ രക്തത്താൽ കഴുകപ്പെട്ടിരിക്കുന്നു. Our sins and guilt are no more accounted because the Lord has offered a sacrifice on the cross. അവൻ ക്രൂശിൽ കഴിച്ച യാഗത്താൽ അവൻ നമ്മുടെ പാപങ്ങൾക്ക് എന്നേക്കുമായുള്ള ഒരു പരിഹാരം വരുത്തിയിരിക്കുന്നു. ഡു യു ബിലീവ് ഇറ്റ്? നമ്മുടെ പാപങ്ങളെ അവൻ ക്രൂശിൽ വഹിച്ചു. ഇപ്പോൾ ഈ നിമിഷം അതൊരു ആക്റ്റീവ് ഫെയ്ത്ത് ആണോ? അദ്ദേഹം ആണയിട്ട് പറഞ്ഞൊരു കാര്യമാണ്. അവരുടെ പാപങ്ങൾ ഇനി ഞാൻ ഓർക്കുകയില്ല. So that was given with an oath. യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണത്തിലാണ് ആ പാപങ്ങളുടെ പരിഹാരം നടക്കുന്നത്. അതാണ് ഒന്നാമത്തെ ഫാക്ട്. we are saved from sin. That's the first one. What's the second thing? Second thing is the high priest continues his intercession until we all are taken up in glory. അവൻ എന്നേക്കും ജീവിക്കുന്നവനാകെ അവൻ നമുക്ക് വേണ്ടി ഇടവിടാതെ പിതാവിന്റെ അടുത്ത് പക്ഷപാതം ചെയ്തു. അവന്റെ പക്ഷപാതത്താൽ നമ്മെ പൂർണ്ണമായും രക്ഷിപ്പാൻ കഴിവുള്ളവനാണ്. അതായത് ഈ പൗരോഹിത്യത്തിന്റെ 2 എലമെന്റുകൾ. ഒന്ന്, അവൻ നമുക്ക് വേണ്ടി മരിച്ച് നമ്മുടെ പാപങ്ങളെ കണക്കിന് വെളിയിലാക്കി, അത് കണക്കിൽപ്പെടാതാക്കി, കണക്കില്ലാതാക്കി, നശിപ്പിച്ചു കളഞ്ഞ, കണക്ക് കീറിക്കളഞ്ഞു. That account was removed, taken care of. 2-ാമത്തെ കാര്യം എന്ന് പറയുന്നത്, അവൻ ഇന്നും നമ്മുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി നമ്മെ പിതാവിന്റെ സന്നിധിയിൽ തികഞ്ഞവനായി നിർത്താൻ വേണ്ടി പിതാവിനോട് പക്ഷപാതം ചെയ്തുകൊണ്ടേയിരിക്കും. ഇപ്പൊ ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോഴും അവൻ പിതാവിനോട് എനിക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു.
എൻ്റെ ഹോപ്പ് മുഴുവൻ അതാണ്. കർത്താവേ, നീ എനിക്ക് വേണ്ടി പിതാവിന്റെ അടുത്ത് ഇപ്പോഴും നിലവിളിക്കുന്നു. ചേസിനെ രക്ഷിക്കണേ, അവനോട് ക്ഷമിക്കണേ, അവനെ തേജസ്സിൽ എനിക്ക് നിർത്തണം നിന്റെ മുമ്പിൽ. അവൻ എന്റെയാണ് എന്ന് ഈ മഹാപുരോഹിതൻ വാക്ക് പറഞ്ഞവൻ തുടർച്ചയായി നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നുണ്ട്. നമ്മൾ ആരുടെ പ്രാർത്ഥന പിതാവ് കേട്ടില്ലെങ്കിലും പുത്രന്റെ പ്രാർത്ഥന പിതാവ് കേൾക്കാതിരിക്കില്ല. ഇത് നമുക്ക് വലിയൊരു ധൈര്യമാണ്. പുത്രൻ നമുക്ക് വേണ്ടി മധ്യസ്ഥത ഇന്നും അണയ്ക്കുന്നു എന്ന് പറയുന്ന ഒരു വലിയ ധൈര്യമാണ്. അതുകൊണ്ട് നമ്മൾ വിശുദ്ധി പ്രാപിച്ച് പിതാവിന്റെ മുമ്പിൽ നിൽക്കുമെന്നുള്ളത് ഒരു വലിയ ധൈര്യമാണ്. ആ ധൈര്യമാണ് നമ്മുടെ ആത്മാവിന്റെ നങ്കൂരം, ആങ്കർ ഓഫ് അവർ സോൾ, ആങ്കർ ഓഫ് അവർ സ്പിരിറ്റ്. ആത്മാവ് നമ്മിൽ നങ്കൂരമിടുന്നത് ഈ ഹോപ്പിനാലാണ്. അടുത്ത വാക്യം അങ്ങനെ പറയുന്നത്. അതിനു മുമ്പ് ഈ 7-ാമത്തെ അധ്യായത്തിൽ ഒരു വാക്യം നമുക്ക് വായിക്കാം, 2-ാമത്തെ ഭാഗം മനസ്സിലാക്കാൻ വേണ്ടി. 7-ാമത്തെ അധ്യായത്തിന്റെ 25-ാം വാക്യം. അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോടടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകും. Consequently, he is able to save to the uttermost those who draw near to God through him. അവനിലൂടെ ദൈവത്തിന്റെ അടുത്തേക്ക് എത്തുന്നവരെ എല്ലാവരെയും. Since he always lives to make intercession for. യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ മരിക്കുക മാത്രമല്ല ചെയ്തത്, അതൊരു ഭാഗം, അത് നമുക്ക് വലിയ ഉറപ്പാണ്. അതുപോലെ തന്നെ അവൻ ഇന്ന് അതിന്റെ 2-ാം ഭാഗം, അവന്റെ പൗരോഹിത്യം സ്വർഗത്തിൽ അവൻ തുടരുന്നു. ആ നിത്യ പൗരോഹിത്യം, മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരമുള്ള നിത്യ പുരോഹിതനായ ക്രിസ്തു നമുക്ക് വേണ്ടി ഇടവിടാതെ പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് നമുക്ക് ഒരു ഭയങ്കര സ്ട്രെങ്ത് ആണ് എബ്രായ ലേഖന കർത്താവ് 6-ാം അധ്യായത്തിൽ പറയുന്നത്. നമ്മൾ 6-ാം അധ്യായത്തിലേക്ക് മടങ്ങി വരുമ്പോൾ അവിടെ ഇങ്ങനെയാണ് 6-ാം അധ്യായം അവസാനിക്കുന്നത്. 18-ാം വാക്യം. അങ്ങനെ നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ള പ്രത്യാശ പിടിച്ചുകൊള്ളുവാൻ ശരണത്തിനായി ഓടി വന്ന നാം മാറിപ്പോകാത്തതും ദൈവത്തിന് പോഷ്ക് പറയുവാൻ കഴിയാത്തതുമായ 2 കാര്യങ്ങളാൽ ശക്തിയുള്ള പ്രബോധനം പ്രാപിക്കാൻ ഇടവരുന്നു. ആ പ്രത്യാശ നമുക്ക് ആത്മാവിന്റെ ഒരു നങ്കൂരം തന്നെ. അപ്പൊ ആത്മാവ് ഒരാളിൽ ഉണ്ടെന്ന് എങ്ങനെ അറിയാം? ആത്മാവ് എന്ന ആദ്യ ദാനം ലഭിച്ചവരായ നാമം നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ സ്വത്വത്തിന് വേണ്ടി കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്ന ഈ പ്രത്യാശയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കും. അപ്പൊ ആത്മാവ് നമ്മളുടെ ഉള്ളിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പ്രത്യാശ എന്ന നങ്കൂരത്തിലാണ് കിടക്കുന്നത്. ആ പ്രത്യാശ നമ്മുടെ ആത്മാവിനൊരു നങ്കൂരം. ഓക്കെ, അപ്പൊ ആത്മാവ് ഉറച്ചു നിൽക്കുന്നത് എങ്ങനെയാണ്? ആത്മാവ് ക്രിസ്തുവിൽ സ്ഥിരപ്പെട്ടിരിക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെ അകം ഉലഞ്ഞു പോകാതെ, വലഞ്ഞു പോകാതെ, ഈ ലോകത്തോട് മോഹം തോന്നാതെ ക്രിസ്തുവിലേക്ക് നമുക്ക് ഫോക്കസ്ഡ് ആവാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ്? ഈ പ്രത്യാശ എന്ന നങ്കൂരം ഇട്ടുകൊണ്ട്. ആത്മാവിന്റെ നങ്കൂരം ഏതാണ്? പ്രത്യാശയാണ്. അത് നമുക്കൊരു നങ്കൂരം തന്നെ. ദാറ്റ്സ് ആൻ ആങ്കർ ഓഫ് അവർ സ്പിരിറ്റ്. ഓക്കെ, we have this as a sure and steadfast anchor of the soul, a hope that enters into the inner place behind the curtain. എന്താണ് ആത്മാവിന്റെ ഒരു നങ്കൂരം തന്നെ? അത് നിശ്ചയവും സ്ഥിരവും തിരശീലക്കകത്തേക്ക് കടക്കുന്നതും, സമയത്തിനപ്പുറത്തേക്ക് കടക്കുന്നു, സമയത്തിന്റെ തിരശീലയ്ക്ക് അപ്പുറത്തേക്ക് കടക്കുന്നു, ഇറ്റേണിറ്റിയിലേക്ക് കടന്നു പോകുന്ന ഒരു ഇന്റർസെഷൻ നമുക്ക്, ആ തിരശീലയ്ക്ക് അപ്പുറത്ത് ഒരു ഇന്റർസെസർ നമുക്കുണ്ട്. നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരു ഇന്റർസെസർ. We have an intercessor who intercedes for us beyond that curtain, beyond time, in eternity. അവിടേക്ക് യേശു മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും മഹാപുരോഹിതനായി മുൻപ് കൂട്ടി നമുക്ക് വേണ്ടി പ്രവേശിച്ചിരിക്കുന്നു. കണ്ടോ? അപ്പൊ 2 കാര്യങ്ങൾ എന്തായിരുന്നു ഇവിടെ, അല്ലെ? അവന്റെ മഹാപൗരോഹിത്യത്തെ സംബന്ധിക്കുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന്, അവൻ ദേഹം എന്ന തിരശീല കയറി അവൻ എന്നേക്കുമായി നമുക്കായി പ്രവേശിച്ചിരിക്കുന്നു. മറ്റൊന്ന്, അവൻ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇതാണ് നമ്മുടെ പ്രത്യാശ. നമ്മുടെ കർത്താവ് നമുക്ക് പകരം സ്വർഗത്തിൽ നമുക്ക് അഡ്വക്കേറ്റ് ആയിട്ടുണ്ട്. ഇതിന്റെ കൂടെ നമ്മൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കേണ്ടത്, സ്വർഗത്തിൽ പോകാനുള്ളൊരു വിളിയല്ല നമ്മുടെ വിളി. അത് നമ്മുടെ വിളിയുടെ ഒരു ഭാഗം മാത്രം. ശരിക്കും എൻ്റെ അഷുറൻസ് എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ പോകുന്നുള്ളതല്ല.
ഞാൻ അവന്റെ സന്നിധിയിൽ വിശുദ്ധനും നിഷ്കളങ്കനുമായി നിൽക്കുമെന്നുള്ളതാണ്. അവന്റെ സന്നിധിയിൽ നാം വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന്. അപ്പൊ നമ്മുടെ ലൈഫാണ് ശരിക്കും ആ വിളിയുടെ, അതായത് നമ്മെ വിളിച്ചിരിക്കുന്നത് ഒരു വിശുദ്ധിയിലേക്കും നിഷ്കളങ്കതയിലേക്കുമാണ് ക്രിസ്തു വിളിച്ചത്. അപ്പം കർത്താവിന്റെ പ്രോസസ് ഓഫ് സാങ്ക്ടിഫിക്കേഷൻ നമ്മുടെ ജീവിതത്തിൽ നടക്കുക. അപ്പൊ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എങ്ങനെയാണ് സ്വർഗത്തിൽ കയറിപ്പറ്റുക എന്നുള്ളതല്ല, അവന്റെ സന്നിധിയിൽ നാം വിശുദ്ധരും നിഷ്കളങ്കരുമാവുക എന്ന്. അങ്ങനെ മാത്രമേ സ്വർഗത്തിൽ പോകാൻ പറ്റുള്ളൂ. അപ്പൊ ദർ ഇസ് എ പ്രോസസ് ഓഫ് സാൽവേഷൻ ദാറ്റ് ഗോഡ് ഹാസ് സ്റ്റാർട്ടഡ്. കർത്താവ് എന്തിനു വേണ്ടിയാണോ നമ്മളിൽ അവന്റെ ആത്മാവിനെ അയച്ച് പ്രവർത്തിക്കുന്നത്, ആ എക്സലന്റ് വേ, ക്രിസ്തു നമുക്ക് വെച്ചിരിക്കുന്ന ദ മോസ്റ്റ് എക്സലന്റ് വേയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഈ പ്രത്യാശയും വിശ്വാസവുമാണ് അതിനെ സ്റ്റോപ്പ് ചെയ്യുന്ന സ്നേഹവുമാണ് എന്നേക്ക് നിലനിൽക്കുന്ന അടിസ്ഥാനമായിട്ടുള്ളത്. നമ്മളൊരു ചോദ്യം ചോദിച്ചാണ് തുടങ്ങിയത്, കർത്താവ് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് ഈ ഹോപ്പ് എന്നുള്ള കാര്യം. അത് നമുക്ക് അടുത്ത സെഷൻ, നിങ്ങളുടെ രാവിലെ അല്ലെങ്കിൽ എൻ്റെ വൈകിട്ട് അടുത്ത സെഷനിൽ നമുക്ക് കാണാം. ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. ഈ പ്രത്യാശ ഉള്ളവരായി, അന്ത്യകാലത്തിൽ പ്രത്യാശ വൻതോതിൽ നഷ്ടപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്ന, ഉറപ്പോടെ നിശ്ചയത്തോടെ ഞരക്കത്തോടെ കാത്തിരിക്കുന്ന ചുരുക്കം ചില അന്ത്യകാലത്തുള്ളവരിൽ ഒരു ചില ആളുകളെങ്കിലും നമ്മളാകട്ടെ എന്ന് പ്രാർത്ഥിക്കും. നമുക്ക് സ്തോത്രം ചെയ്യാം. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഞങ്ങളുടെ ഉള്ളിൽ വിശ്വാസത്തിന്റെ ഉറപ്പ് നൽകണമേ. അങ്ങയ്ക്ക് വേണ്ടി കാത്തിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങൾ അങ്ങയിലേക്ക് ഉയർത്തുവാൻ ഞങ്ങളെ സഹായിക്കണം. അങ്ങയുടെ തേജസ് മാത്രം നോക്കിയിരിക്കുവാൻ ഞങ്ങൾക്ക് അവിടുന്ന് ബലം തരണമേ. ഞങ്ങൾ ഈ ലോകത്ത് നശിച്ചു പോകുന്നതിലേക്കുള്ള ഞങ്ങളുടെ ആസക്തികളെ അവിടുന്ന് ഇല്ലാതാക്കി ക്രൂശിൽ അതിനെ തറച്ച് കർത്താവെ നിലനിൽക്കുന്ന മഹത്വത്തിലേക്ക് ഞങ്ങളെ നോക്കുമാറാക്കണമേ. അവിടുത്തെ സന്നിധി ഞങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ